ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. പറയല്ലേ ഇന്ന് ആരുടെ ഹാപ്പി ബർത്ത്ഡേ? ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ഞങ്ങളുടെ ത്രേസുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അതെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്. അപ്പോൾ ജാനുവരി 1 ഞങ്ങൾക്ക് വെറും ന്യൂ ഇയർ മാത്രമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ത്രേസിക്കുട്ടിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ജാനുവരി 1 എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ അവിടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് പ്രിപ്പറേഷൻസ്. നമ്മൾ ചെറിയൊരു പാർട്ടിയൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് ക്ലീനിങ്, പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, കുറച്ച് ഫുഡ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഫുഡ് പ്രിപ്പയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലീനിങ് ജോലികളൊക്കെ ഞാൻ ജനുവരി 1 ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഡിസംബർ 20 നമുക്ക് കരോൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കരോളിന് വരുന്നതിന് മുന്നേ തന്നെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മൾ ബർത്ത്ഡേക്ക് തൊട്ട് മുന്നേ അത്യാവശ്യം ഒരു ബേസിക് ക്ലീനിങ്ങും ഒക്കെ ഇനിയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാണുന്ന വിഷ്വൽസൊക്കെ ഡിസംബർ 31 അവിടെ എടുത്ത വിഷ്വൽസാണ്. അപ്പോൾ ഞാൻ ക്ലീനിങ് പാർട്സൊക്കെ നോക്കുമ്പോൾ റോബിൻ ചേട്ടായി കൂട്ടത്തിൽ നിന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു പ്ലാൻ്റെ ബേസിൽ മാത്രമാണ് പോകുന്നത്. എനിക്ക് വ്യക്തമായിട്ടൊരു പ്ലാനുണ്ട്. ഡിസംബർ 31 ജനുവരി 1 ഒക്കെ എന്താണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്, എത്ര സമയത്തിനുള്ളിൽ ഏതൊക്കെ ജോലികൾ ചെയ്ത് തീർക്കണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് പ്ലാനുണ്ട്. ഞാൻ അതിൻ്റെ ബേസിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും താളം തെറ്റും. പിന്നെ മാത്രമല്ല, നമ്മൾ രണ്ടാളും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴെന്നല്ല, എപ്പോഴും നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ട് കൊച്ചു മാത്രമാണുള്ളത്. സോ രണ്ടുപേരും ജോലികളിൽ മുഴുകിയിരുന്ന കൊച്ചിനെ നോക്കാൻ അന്നേരം ആരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് കൂടുതൽ സ്ക്രീൻ ടൈം നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ പറ്റുന്ന സമയമൊക്കെ കുറച്ച് സമയമൊക്കെ സ്ക്രീൻ ടൈം ഞങ്ങൾ കൊടുത്ത് ആ സമയത്ത് ഞാനും ചേട്ടായും കൂടെ ഒരുമിച്ച് കാര്യങ്ങളെല്ലാം അത്യാവശ്യം വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് തീർക്കും. എന്നിട്ട് ഒരാൾ പോയി കൊച്ചിൻ്റെ കൂടെ ഇത് കളിക്കും, അന്നേരം ഒരാൾ ജോലി ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും താളം തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ ചേട്ടാ ചിക്കൻ കറി വെച്ചു. ഈ ചിക്കൻ കറി നമുക്ക് മാത്രമുള്ളതാണ്. ഉച്ചയ്ക്ക്, അതായത് ജനുവരി 1 ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എൻ്റെ മെനുവിൽ ഗീ റൈസും ചിക്കൻ കറിയും റൈത്തയും അച്ചാറുമായിരുന്നു ജനുവരി 1 ഉച്ചയ്ക്കത്തെ എൻ്റെ മെനു. അങ്ങനെ ക്ലീനിങ്ങും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉച്ചയോടെ തീർന്നു. ഉച്ച കഴിഞ്ഞിട്ട് ഒരു 5 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ വട്ടയപ്പത്തിനുള്ളത് അരച്ചു വെച്ചു. കാരണം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വട്ടയപ്പമാണ്. കാരണം ത്രിസുവിന് വട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അവൾ പറയുന്നത് കേക്കപ്പം എന്നാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 മണിയായപ്പോൾ തന്നെ വട്ടയപ്പത്തിനുള്ളതെല്ലാം അരച്ചു വെച്ചു. അപ്പോൾ എനിക്ക് രാത്രിയിൽ വൈകിട്ട് ഞങ്ങൾക്ക് കുർബാനയുണ്ട്. രാത്രി 7 മണിക്കായിരുന്നു കുർബാന. അപ്പോൾ അത് പോകുന്നതിന് മുന്നേ ഈ പണിയൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണമായിരുന്നു എനിക്ക് പോകാൻ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. സോ ഞാൻ എൻ്റെ ലൈഫിൽ ന്യൂ ഇയർ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഈസ്റ്ററും ക്രിസ്മസും ഓണവും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യും. പക്ഷേ ന്യൂ ഇയർ എന്താണ്, എല്ലാവരെയും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നല്ലാണ്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ 2024 ജനുവരി 1 ഉച്ച കഴിഞ്ഞ് 3:06 ഞങ്ങൾക്ക് ഇവളുണ്ടായ ശേഷം ഇപ്പം ന്യൂ ഇയറും ഞങ്ങൾക്ക് സെലിബ്രേഷനായി. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വട്ടയപ്പമായിരുന്നു. വട്ടയപ്പമൊക്കെ ഉണ്ടാക്കി. അപ്പം വട്ടയപ്പം ഉണ്ടാക്കി കഴിക്കുന്നതിന് മുന്നേ ചെറിയൊരു കേക്ക് കട്ടിങ്, ഞങ്ങളൊരു ചെറിയ കേക്ക് മേടിച്ച് അവളെ കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നൊക്കെ നമ്മൾ കേക്ക് കട്ട് ചെയ്താലും അവൾ ഹാപ്പി ബർത്ത്ഡേ ആണ് പറയുക.
അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് വട്ടയപ്പമായതുകൊണ്ട് അവൾ കഴിച്ചോളും, തന്നെ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ പുറകെ നടക്കണം കഴിക്കുന്ന പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നെയ്ബറായിട്ടുള്ള എൽസി ആൻറ്റി നല്ലൊരു അടിപൊളി കേക്കൊക്കെ ഉണ്ടാക്കി തന്നു ത്രേസിക്ക് വേണ്ടിയിട്ട്. അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ത്രേസി എന്നൊക്കെ എഴുതി അങ്കിള് കൊണ്ടു തന്നു. താങ്ക് യു എൽസി ആൻറ്റി. അവൾ ഭയങ്കരമായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. കാരണം പാർട്ടിക്ക് ഉള്ള വെജ് ഐറ്റംസ് ഞാനായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ബാക്കി നോൺ വെജൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വെജിന് ഞാൻ ഗീ റൈസും പിന്നെ ഒരു വെജ് കുറുമ എനിക്ക് ഉണ്ടാക്കണം, കൂട്ടത്തിൽ അപ്പമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആയിരുന്നു. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഗീ റൈസ് റെഡിയായി. അതിൻ്റെ കൂട്ടത്തിൽ വെജ് കുറുമയും ഞാൻ വെച്ചു. അപ്പോൾ നമ്മൾ ഈ പരിപാടിയുടെയൊക്കെ ഇടയ്ക്ക് നമ്മൾ രണ്ടാളും ഓരോ കാര്യങ്ങളായിട്ട് തിരക്കായിരുന്നപ്പോൾ ഇന്ന് ആക്ച്വലി കുറേ സമയം ഒറ്റയ്ക്കായിരുന്നു കളിക്കുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള ഒരു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ അവിടെ കൊടുത്തി കളിക്കാൻ കൂടി. അങ്ങനെ കുറേ നേരം കൊച്ചിൻ്റെ കൂടത്തി ഇരുന്ന് കളിച്ചു. ഹാപ്പി ബർത്ത്ഡേ ത്രേസി, ഹാപ്പി ബർത്ത്ഡേ ത്രേസി. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ, ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഓൾറെഡി 2 മണിയായിരുന്നു. അത് ഇപ്പോഴത്തേന് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ ഈ ഗീ റൈസും ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റും. സൂപ്പർ, താങ്ക് യു. അന്നേരം വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ബലൂൺസ് തന്നെയാണ്, ബലൂൺ ഡെക്കറേഷൻസാണ് മെയിനായിട്ടുള്ളത്. ബാക്കിൽ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അത് തന്നെയാണ് മെയിൻ കാര്യം. പിന്നെ റിജോ നമ്മളെ ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്തു, ബലൂൺ വെപ്പിക്കാനും പിന്നെ പുറത്ത് പോകാനും കേക്ക് മേടിക്കാനും ഒക്കെ. സോ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് എല്ലാവരും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയ ശേഷം എനിക്കാണ് വീഡിയോ എടുക്കാനോ അവരോട് സംസാരിച്ചിരിക്കണം. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ത്രേസ് കുറേ നേരം അവരുടെ കൂടെയൊക്കെ കളിച്ചു. പിന്നെ മാത്രമല്ല റോബിൻ ചേട്ടൻ കേക്ക് എടുക്കാൻ പോയിട്ട് വളരെ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത പോലെ തന്നെ സ്വിസ് ക്യാസിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത പോലെ തന്നെ നല്ല അടിപൊളി കേക്ക് നമ്മൾ കൊടുത്ത അതേ ഇമേജിൽ തന്നെ ഒരു കേക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അതായത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞ തീം ബേബി ഷാർക്ക് തീമായിരുന്നു. സോ ഈ കേക്ക് കണ്ടപ്പോഴേ കൊച്ചിന് കാര്യം മനസ്സിലായി ബേബി ഷാർക്ക് എന്ന്. അത് മാത്രം മതിയായിരുന്നു നമുക്ക്. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. സോ അത് കഴിഞ്ഞിട്ടൊരു വീഡിയോ പോലും എനിക്കില്ലെന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ റീൽസിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് മാത്രമാണ് ഇനിയുള്ളത്. അപ്പോൾ 8 മണിയൊക്കെ ആയപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അന്താക്ഷരി കളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവർ നല്ലൊരു ഗിഫ്റ്റൊക്കെ ത്രേസിന് കൊണ്ടു തന്നു. താങ്ക് യു ഗൈസ്. അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ബർത്ത്ഡേ നല്ല കളർഫുള്ളായി. ബർത്ത്ഡേ മാത്രമല്ല ന്യൂ ഇയർ നല്ല കളർഫുള്ളായി. സോ അത്രയേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ത്രേസു.